നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇടാൻ മറക്കരുത്. ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസം 20 തീയതി മുതൽ 26 തീയതി വരെയുള്ള അശ്വതിയിൽ രേവതിയുള്ള 27 നക്ഷത്രങ്ങളുടെ ആഴ്ചഫലമാണ് നമ്മളിവിടെ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത്. അശ്വതി നക്ഷത്രം അവതരണ ശൈലിയിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. സന്താനങ്ങളുടെ സമീപനം ആശ്വാസത്തിന് വഴി ഒരുക്കും. സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗ കയറ്റം ഉണ്ടാകാനിടയുണ്ട്. ഭരണി അംഗീകാരങ്ങൾക്ക് കാലതാമസം നേരിടും. ഉദ്യോഗം അന്വേഷിച്ചുള്ള വിശദമായ വിദേശയാത്ര സഫലമാകാനിടയാവും. ചെയ്യാത്ത കുറ്റത്തിന് ചീത്തപ്പേര് കേൾക്കാൻ ഇട വരികയും ചെയ്യും. കാർത്തിക അമിതമായ ആത്മവിശ്വാസം, അമിത വേഗത എന്നിവ ഒഴിവാക്കണം. ഉന്നതതരമായ സൗഹൃദ ബന്ധത്താൽ ഏർപ്പെടുന്നത് വഴി പുതിയ ഉദ്യോഗത്തിന് അവസരം വന്നുചേരും. വ്യവസായം നവീകരിക്കുവാൻ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ ഇടയാവും. രോഹിണി കുടുംബ തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നതാണ് നല്ലത്. വിദേശയാത്ര സഫലമാകാൻ ഇടയാകും. ആഗ്രഹ സാഫല്യത്താൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും വഴിപാടും ചെയ്യാൻ നിർബന്ധിതനാകും. മകയിരം ആശയവിനിമയങ്ങളിൽ ഉരുത്തിരിഞ്ഞ വിഷയങ്ങൾ പലതും ദീർഘകാലത്തേക്ക് ഗുണകരമാകുന്ന നിലയിൽ പരിഗണിക്കുവാൻ ഇടവരും. യഥാർത്ഥമായി പ്രവർത്തിച്ചാൽ വിജയം കൈവരിക്കാൻ സാധിക്കും. മേലധികാരിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി യാത്രകൾ ചെയ്യേണ്ടി വരും. വാഹന ഉപയോഗം നിയന്ത്രിക്കണം. ഇന്റർവ്യൂ, പരീക്ഷ മുതലായ കാര്യങ്ങളിൽ ഉന്നത വിജയം കൈവരിക്കും. പുണർദം വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. ഭരണ സംവിധാനം പുനഃക്രമീകരിക്കും. പുതിയ കരാർ ജോലികളിൽ ഉപയോഗിക്കാൻ ഇടയാകും. പൂയം വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നിശ്ചയസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും. സ്വയം ഭരണാധികാരിത്വം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറാകും. സങ്കീർണമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം കൈവരും. ആയില്യം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യും. സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ അബദ്ധത്തിൽ ചെന്ന് ചാടും. വിനയത്തോടു കൂടിയുള്ള സമീപനം സർവ ആദരങ്ങൾക്കും വഴി ഒരുക്കും. മകം ആത്മപ്രഭാവത്താൽ ദുഷ്പ്രചാരങ്ങൾ നിഷ്ഫലമാകും. വ്യവഹാര വിജയം ഉണ്ടാകും. ഉദ്യോഗത്തിനോടനുബന്ധിച്ച് ഉപരിപഠനത്തിന് യാത്ര ചെയ്യേണ്ടി വരും. പൂരം ദൃഷ്ടിപഥത്തിലുള്ളതെന്തും ശരിയാണെന്നുള്ള മിഥ്യാധാരണ ഒഴിവാക്കണം.
വിദേശയാത്ര വിപുലമാകും. ഔദ്യോഗിക മേഖലയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ ഇടയാകും. ഉത്രം കാര്യകാരണ പദ്ധതികൾക്ക് അനുകൂല പ്രതികരണങ്ങൾ തീർച്ചയായും ഉണ്ടാകും. ധനകാര്യ സ്ഥാപനത്തിന്റെ സഹായത്തോടു കൂടി പുതിയ വാഹനം മേടിക്കുവാൻ ഇടവരും. മൊത്തം വാഹനം മാറ്റിവാങ്ങാൻ ഇടയാകും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുന്നതിനാൽ കീർത്തി വർദ്ധിക്കും. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നിർബന്ധിത. സാഹചര്യങ്ങൾ വിപരീതമായതിനാൽ സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറേണ്ടി വരും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും. ചോതി സഹോദരന്റെ നിർബന്ധത്താൽ പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കും. വിദേശ മാസങ്ങളോളം താമസിക്കുവാൻ അവസരം ഉണ്ടാകും. വിദേശത്ത് മാസങ്ങളോളം ഉണ്ടാകും. ബൃഹത് പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വിശാഖം ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും. സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും. വിദേശത്ത് ഉപരിപഠനത്തിന് അനുമതി കിട്ടും. അനിഴം സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാൽ ആരോപണങ്ങളെ അതിജീവിക്കാൻ ഇടയാകും. ഗ്രഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിവെക്കും. വസ്തുതർക്കം പരിഹരിച്ച് അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കും. തൃക്കേട്ട ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ഉചിതമല്ല. ആശയവിനിമയങ്ങളിൽ അപാകതയില്ലാതെ ശ്രദ്ധിക്കണം. മൂലം വൈകാര്യ ബുദ്ധി ഉപേക്ഷിക്കണം. മികവ് തെളിയിക്കാനായി അഹോരാത്രം പ്രവർത്തിക്കാൻ ഇടവരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ കുറയും. സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത്. പുരാടം സത്യാവസ്ഥ ബോധിപ്പിക്കുവാൻ കഴിയുന്നതിനാൽ അനിഷ്ടാവസ്ഥകൾ ഒഴിവാകും. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക വഴി കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ഉത്രാടം പാരമ്പര്യ പ്രവൃത്തികളിൽ താല്പര്യം വർദ്ധിക്കും. നിരീക്ഷണങ്ങളിൽ വിജയിക്കും. വാഹനം മാറ്റിവാങ്ങാൻ ഇടയാവും. മേലധികാരിയുടെ പ്രത്യേക പരിഗണനയിൽ ഉദ്യോഗം നഷ്ടപ്പെടാതിരിക്കും. തിരുവോണം വ്യക്തിപ്രഭാവത്താൽ ദുഷ്കീർത്തികൾ നിഷ്പ്രഭമാകും. വസ്തുതർക്കങ്ങൾ രമ്യതയായി പരിഹരിക്കും. അമിത വേഗത്തിലുള്ള വാഹന ഉപയോഗം നിയന്ത്രിക്കണം. അവിട്ടം വിദേശത്ത് വസിക്കുന്നവർക്ക് സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കും. ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ കൂടുതൽ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങാൻ ഇടയാകും. ചതയം ചിരകാല അഭിലാഷ പ്രാപ്തിയായ വിദേശത്ത് യാത്രാനുമതി ലഭിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. നൂതന കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കും. പൂരുട്ടാതി ഏറ്റെടുത്ത പ്രവൃത്തികൾ സുഹൃത്സഹായത്താൽ ചെയ്തു തീർക്കും. സഹായ മനസ്സ് നല്ലതാണെങ്കിലും വഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം. ഉത്രട്ടാതി ദക്ഷിണ ക്രമീകരണങ്ങളുടെ അപാധകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ ഇടയാകും. ഊഹക്കച്ചവടത്തിൽ നിന്നും നഷ്ടം സംഭവിക്കും. വസ്തുതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയിൽ നിന്നും പിന്മാറിക്കോണം. രേവതി ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും. ഉത്തരവാദിത്വമുള്ള പുത്രന്റെ സമീപനത്താൽ ആശ്വാസം
കണ്ടെത്തും. ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ ഫലം എതിരായിരിക്കും. ഇതോടുകൂടി ആഴ്ചഫലം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കല്ലേ. നിങ്ങളെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും അല്ലെങ്കിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ ബന്ധപ്പെടുകയോ ചെയ്യാം. ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ്. എൻ്റെ ഫോൺ നമ്പർ 99 47 54 21 79.